ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല നാടൻ കടലക്കറി ഉണ്ടാക്കിയാലോ? വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കടലക്കറി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ആദ്യം ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് കറുവപ്പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു സവാള ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായി ഇളക്കുക. ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഒരു തക്കാളി ഫുള്ളും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി 2-3 മിനിറ്റ് ഇത് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. തക്കാളി നല്ലോണം വാടിയിട്ടുണ്ട്. 1 കപ്പ് കടല 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഈ കുതിർത്ത കടല വെള്ളത്തോടു കൂടി നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കടല മൂടുന്നത് വരെ ഈ ഒരു അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഉപ്പുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഉപ്പ് കല്ല് ഡൈല്യൂട്ട് ആക്കിയതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പുപൊടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 4 to 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. കടല വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊന്ന് വറുത്തരച്ചെടുക്കാം. ഇതിനായി ഒരു പാത്രത്തിൽ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ച 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. നമുക്ക് നന്നായി ഈ തേങ്ങ വറുത്തെടുക്കാം. ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ. തേങ്ങ ലൈറ്റ് ബ്രൗൺ കളർ ആയതിനു ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഈ ഒരു ടെക്സ്ചറിലായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാലപ്പൊടികളുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. 2-3 മിനിറ്റ് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. തേങ്ങ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇത് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ തേങ്ങ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ച കടല ഒന്ന് തുറന്നു നോക്കാം. നമുക്ക് നമ്മുടെ കടല വെന്തോന്ന് നോക്കാം. കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഒന്നിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ കടുക് പൊട്ടിക്കാൻ പോവുകയാണ്. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അത് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് കുറച്ച് സവാളയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ചുവപ്പിച്ചെടുക്കുക. ഉള്ളിയും കറിവേപ്പിലയും മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ ആക്കി വെച്ച കറിയിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ആകുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ കറി ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. അങ്ങനെ നമ്മുടെ വറുത്തരച്ച നാടൻ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.